അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 63 1, 2, 3 ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്കതിൽ ബാക്കിയുള്ളത് 4ാമത്തെ ചോദ്യമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് ദി അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പേഴ്സ്. അതായത് ഫസ്റ്റ് ടേം, അതായത് ഒന്നാമത്തെ ടേം 1/3 പിന്നെയോ കോമൺ ഡിഫറൻസ് ഡി 2/3 ആയ ഒരു അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി. ആ ശ്രേണി നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും? അതിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ടാവും, അതായത് എല്ലാ ഒറ്റ സംഖ്യകളും അതിൽ വരും. പിന്നെയോ അതിൽ ബട്ട് നോ ഈവൺ നമ്പേഴ്സ്, അതിൽ ഈവൺ നമ്പർ ഇരട്ട സംഖ്യകളും ഒന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? അതായത് നാം ഈ ഒരു സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ അതിൽ എല്ലാ ഒറ്റ സംഖ്യകളും, അതായത് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര ഗുണം? 1, 3, 5 അല്ലെ, 7 ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഒറ്റ സംഖ്യകളും ഈ സീക്വൻസിൽ വരും. അതേസമയം 2, 4, 6, 8 ഈ ഈവൺ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളൊന്നും ഇതിലുണ്ടാവില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ എന്ത് വേണം? നാം ആദ്യം ഇതിൻ്റെ ആൾജിബ്ര കണ്ടുപിടിക്കണം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ആൾജിബ്രിക് ഫോം എന്താണെന്ന് എഴുതാം. അപ്പോൾ അതെന്താണ്? നമുക്കറിയാം, xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതാണ് ആൾജിബ്രിക് അല്ലേ, അതായത് ബീജഗണിത രൂപം. ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം? എഫ് വേണം, ഡി വേണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, എഫ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? നേർക്ക് നേരെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം 1/3. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താണ്? ഡി അല്ലേ. ഡി നമുക്കറിയാം 2/3. അപ്പോൾ രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? നമുക്ക് നേർക്ക് നേരെ ഇതിലേക്കാണ് കൊടുത്താൽ മതി. അപ്പോൾ സീക്വൽ ടു ഡി എൻ 2/3 പ്ലസ് എഫ് 1/3 മൈനസ് ഡി 2/3. കണ്ടില്ലേ? സീക്വൽ ടു 2/3n പ്ലസ്, ഇനി ഇവിടെ നോക്കിയാൽ രണ്ട് ഛേദങ്ങളുണ്ട്, ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരു പണിയില്ല, ഒരു റിസ്കും ഇല്ല, നേർക്ക് നേരെ കൊണ്ട് കുറച്ചിടാം. അപ്പോൾ 1 - 2 എന്ന് പറഞ്ഞാൽ -1 ചിഹ്നം ശ്രദ്ധിക്കണം, -1/3 ഈക്വൽ ടു 2/3n അല്ലേ, അതായത് 2n/3 അല്ലേ, 2n/3 പ്ലസ് -1/3 അല്ലേ, പ്ലസും മൈനസും ഇവിടെ അടുപ്പിച്ച് വന്നു. അപ്പോൾ എന്തായിരിക്കും? -1/3. ഇനി നോക്കിയാൽ ഇവിടെ രണ്ടും ഛേദങ്ങൾ സെയിം ആണ് അല്ലേ, ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ നേർക്ക് നേരെ കുറച്ചിടാം അല്ലേ. അപ്പോൾ 2n - 1 എന്ന് പറഞ്ഞാൽ 2n - 1 എന്ന് പറഞ്ഞാൽ 2n - 1 തന്നെ, അല്ലാതെ അതിനെ 1n എന്നൊന്നും എഴുതരുത്. കാരണം 2nൽ നിന്ന് ഒരു n കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 1n എന്ന് എഴുതാം. ഇത് 2nൽ നിന്ന് ഒരു n അല്ല കുറയ്ക്കുന്നത്, 2nൽ നിന്ന് 1 മാത്രമാണ് കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 2n - 1 എന്ന് തന്നെ എഴുതണം /3. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം കിട്ടി. എന്താണ്? 2n - 1/3. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്ത് വേണം? നമ്മോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ എല്ലാ ഓഡ് നമ്പേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ വരും, അതേസമയം ഈവൻ നമ്പേഴ്സ് ഒന്നും വരില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ 2n - 1/3 അല്ലേ, ഇതാണ് നമ്മുടെ എന്താ ആൾജിബ്ര. 2n - 1 ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, 2n - 1/3 ഇതാണ് നമ്മുടെ സംഭവം അല്ലേ. ഇവിടെ ഇനി മുകളിലുള്ള മാത്രം നമ്മളെ ന്യൂമറേറ്റർ മാത്രം എടുക്കുക, അംശം മാത്രം എടുക്കുക, 2n - 1. ഇതിൽ 2n എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? 2n എന്ന് വെച്ചാൽ 2 × n അല്ലേ. നമുക്കറിയാം n-നെ 2 കൊണ്ട് ഗുണിക്കുന്നു. ഏത് സംഖ്യയും നാം 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ഏത് സംഖ്യയെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചോ നമുക്ക് ഈവൺ നമ്പർ ആയിരിക്കും കിട്ടുക അല്ലേ. ഇപ്പോൾ 1-നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 2, 5-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 അല്ലേ. അപ്പോൾ ഏത് സംഖ്യയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടുന്നത് എന്താണ്? 2n എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഒരു ഈവൺ നമ്പർ തന്നെ ആയിരിക്കും അല്ലേ. ഒരിക്കലും ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സംഖ്യ കിട്ടില്ല, അത് ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും. അതായത് 2n എന്ന് പറയുന്നത് എപ്പോഴെന്തായിരിക്കും? 2n എന്ന് പറയുന്നത് എപ്പോഴും ഈവൺ നമ്പറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 2n എപ്പോഴും ഈവൺ നമ്പർ ആയിരിക്കും. ഇനി അപ്പോൾ 2n - 1, അപ്പോൾ നോക്കിയേ 2n - 1 എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പറിൽ നിന്ന്, ഇത് ഈവൺ നമ്പർ എന്ന് നമുക്ക് മനസ്സിലായി.
അതിൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കുന്നു അല്ലേ. അപ്പോൾ ഈവൺ നമ്പറിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൺ നമ്പർ 10, 10ൽ നിന്ന് കുറച്ചാൽ 9 അല്ലേ, അല്ലെങ്കിൽ 8ൽ നിന്ന് കുറച്ചാൽ 7, അല്ലെങ്കിൽ 100ൽ നിന്ന് കുറച്ചാൽ 99. അപ്പോൾ എപ്പോഴും ഈവൺ നമ്പറിൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ. അതായത് ഇത് എന്തായി മാറും, ഇത് എപ്പോഴെന്തായിരിക്കും ഓഡ് നമ്പറാണ്. അതായത് മുകളിലുള്ള, അതായത് ഈ ന്യൂമറേറ്റർ എപ്പോഴെന്തായിരിക്കും, ഇത് 2n-1 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പറാണ്. ക്ലിയർ ആയില്ലേ? അതായത് 2n എന്ന് പറഞ്ഞാൽ അതായത് ഈവൺ നമ്പറാണ്. ഈവൺ നമ്പറിൽ നിന്ന് 1 കുറച്ചെന്നാൽ കിട്ടുക ഓഡ് നമ്പറാണ്. അതുകൊണ്ട് ഇതെന്തായിരിക്കും ഓഡ് നമ്പർ ആയിരിക്കും. ഇനി ബൈ 3 അല്ലേ. അപ്പോൾ ഒരു ഓഡ് നമ്പറിനെ, ഇത് ഓഡ് നമ്പറാണ്, ഓഡ് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഒരു ഓഡ് നമ്പറിനെ മറ്റൊരു ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെന്തായിരിക്കും കിട്ടുക, ഓഡ് നമ്പർ തന്നെയായിരിക്കും കിട്ടുക. മനസ്സിലായോ? ഒരു ഒറ്റ സംഖ്യയെ വേറൊരു ഒറ്റ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെന്താണ് ഒറ്റ സംഖ്യ തന്നെ കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് 15/3 എത്ര കിട്ടുക, 5 അല്ലേ, അല്ലെങ്കിൽ 45/5 എത്ര കിട്ടുക, 9. അപ്പോൾ ഏത് ഒറ്റ സംഖ്യയും വേറൊരു ഒറ്റ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുള്ളൂ, ഒറ്റ സംഖ്യ തന്നെ കിട്ടുള്ളൂ. അതായത് ഇതിൽ എപ്പോഴും വരെ എന്തായിരിക്കും, ഒറ്റ സംഖ്യ മാത്രമേ വരികയുള്ളൂ, ഒരിക്കലും ഇരട്ട സംഖ്യ വരികയില്ല. അപ്പോൾ നമുക്ക് എഴുതാം 2n, ഇങ്ങനെ എഴുതിയിട്ട് എഴുതാം 2n. അപ്പോൾ 2n ഈസ് ഓൾവേസ് ഈവൺ നമ്പർ. പിന്നെയോ 2n-1 അല്ലേ, 2n-1 ഈസ് ഓൾവേസ് ഓഡ് നമ്പർ. അതെപ്പോഴും ഓഡ് നമ്പർ. ഇപ്പം ഇത് ഈവൺ നമ്പർ ആയിരിക്കും, ഇത് ഓഡ് നമ്പർ ആയിരിക്കും. പിന്നെയോ ഡിവൈഡിങ് ആൻ ഓഡ് നമ്പർ ബൈ ആൻ ഓഡ് നമ്പർ ഗീവ്സ് ഓൺലി ആൻ ഓഡ് നമ്പർ. മനസ്സിലായല്ലോ? ഡിവൈഡിങ് ആൻ ഓഡ് നമ്പർ ബൈ ആൻ ഓഡ് നമ്പർ ഗീവ്സ് ഓൺലി ആൻ ഓഡ് നമ്പർ. ഒരു ഒറ്റ സംഖ്യയെ മറ്റൊരു ഒറ്റ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്താണ് കിട്ടുക, ഒറ്റ സംഖ്യ മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് ഇവിടെ 3 എന്ന് പറഞ്ഞ ഒറ്റ സംഖ്യയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സോ ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പേഴ്സ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ 2n എന്താണ്, ഒരു ഇരട്ട സംഖ്യയാണ് അല്ലേ. പിന്നെ 2n-1 എന്ന് പറഞ്ഞത് എന്താണ്, ഇത് ഒരു ഒറ്റ സംഖ്യയാണ്. ഒരു ഒറ്റ സംഖ്യയെ മറ്റൊരു ഒറ്റ സംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എപ്പോഴെന്തായിരിക്കും, ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ സീക്വൻസിൽ ഒറ്റ സംഖ്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഇരട്ട സംഖ്യകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് ഇൻ ദി അരിത്മെറ്റിക് സീക്വൻസ് 4, 7, 10 അല്ലേ, അങ്ങനെ പോകുന്നതായിരുന്നു സീക്വൻസ്. ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് ആർ ഓൾസോ ടേംസ് ഓഫ് ദി സീക്വൻസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് 4, 7, 10 ഇങ്ങനെ തുടങ്ങുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ്, ഈ സീക്വൻസിലെ ടേമുകളുടെ എല്ലാം സ്ക്വയേഴ്സ്, വർഗ്ഗങ്ങളും ഈ സീക്വൻസിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കണം. സംഭവം കത്തിയ. അതായത് 4, 7, 10 എന്ന് പറഞ്ഞ് ഈ സീക്വൻസ് ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ ഇതിലെ ടേംസുകൾ 4, 7, 10 ഈ ടേമുകളാണല്ലോ. ഈ ടേമുകളുടെ വർഗ്ഗങ്ങൾ, സ്ക്വയറുകൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ വർഗ്ഗം 4ൻ്റെ വർഗ്ഗം എത്രയാണ്? 16 അല്ലേ. ഇനി 7ൻ്റെ വർഗ്ഗം എത്രയാണ്? 7, 49 അല്ലേ. ഇനി 10ൻ്റെ വർഗ്ഗം എത്രയാണ്? 100 അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറുകളും നാം ഈ സീക്വൻസ് ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ ഒക്കെ ഈ തന്നെ വരുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ എന്ത് വേണം, നമ്മൾ ഇതിൻ്റെ ആൾജിബ്ര എഴുതണം അല്ലേ ആദ്യം. അപ്പോൾ നമുക്ക് എഴുതാം xn is equal to dn plus f minus d. ഇവിടെ നോക്കിയാൽ എഫ് ഫസ്റ്റ് അല്ലേ, എഫ് വന്നിട്ടുണ്ട് ആദ്യത്തെ ടേം 4. ഇനി ഡി നമുക്കറിയാം എത്രയാണ്? 7 - 4 അല്ലേ. 7 - 4 അതായത് 3. അപ്പോൾ രണ്ടും നമുക്ക് കിട്ടി. ഈക്വൽ ടു എന്ത് വരും? dn 3n പ്ലസ് എഫ് മൈനസ് ഡി 4f 4 മൈനസ് ഡി 3. അതായത് 3n പ്ലസ് 4 - 3 1 അല്ലേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം കിട്ടി. xn ഈസ് ഈക്വൽ ടു 3n + 1. ഇതാണ് ഈ സീക്വൻസിൻ്റെ ബീജഗണിത രൂപം. ഇനി നമ്മോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ടേമുകളുടെ സ്ക്വയറുകൾ, അതായത് ഇതൊക്കെ ഇതിൽ പെടും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ ടേംസുകളുടെ വർഗ്ഗങ്ങളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്ര നമ്മൾ എഴുതി xn ഈസ് ഈക്വൽ ടു 3n + 1 എന്ന് എഴുതി അല്ലേ. അപ്പോൾ അതായത് ഇതിൻ്റെ സ്ക്വയറുകൾ, അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇതിൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഇതിനെയും നമ്മളൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. എന്നിട്ടോ ഈ രണ്ട് ആൾജിബ്രയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം.
മനസ്സിലായില്ലേ? അതായത് എക്സ് എൻ സ്ക്വയർ, ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യണേ സീക്വൽ ടു 3n + 1 ഹോൾ സ്ക്വയർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ സീക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ. ഇനി നോക്കിയേ എക്സ് എൻ ഹോൾ സ്ക്വയർ നോക്കിയാൽ 3n + 1 ഹോൾ സ്ക്വയർ. നമുക്കറിയാം ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 3n + 1 ഹോൾ സ്ക്വയർ ഓർമ്മയില്ലേ? a + b ഹോൾ സ്ക്വയർ സീക്വൽ ടു a സ്ക്വയർ + 2ab + b സ്ക്വയർ. ഓർമ്മയില്ലേ? ഇത് ഓർമ്മയുണ്ടാവണം. ഓർമ്മയില്ലാത്തൊരു ഓർമ്മയുണ്ടാവണം. ഇത് എപ്പോഴും നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതേ രൂപത്തിൽ നമ്മൾ ഇതിനെങ്ങനെ ചെയ്യാൻ പറ്റും? എക്ക് പകരം ഇവിടെ എന്താണ് എടുക്കുന്നത്? 3n, ബിയുടെ സ്ഥാനത്ത് 1 അല്ലേ? അപ്പോൾ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3n സ്ക്വയർ അല്ലേ? അതായത് 3n ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab, 2 ഇൻറ്റു a, ഇതാണ് a ഇൻറ്റു ബി, അതായത് 2 ഇൻറ്റു a, 3n ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് 1 പ്ലസ് ബി സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 3n ഹോൾ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ 9, n-ൻ്റെ സ്ക്വയർ n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 1 അല്ലേ? 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 1 6 തന്നെ. അപ്പോൾ 6n പ്ലസ് 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 കിട്ടി അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ ഇതിന് നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയാൽ ഇതിൽ 3 ഉണ്ട്, ഇതിലും 3 ഉണ്ട് അല്ലേ? രണ്ടിലും നമുക്ക് 3 ഉണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ കാരണം? ഇവിടെ നമുക്ക് 3 ആണുള്ളത് അല്ലേ? 3n ആണ്. അപ്പോൾ നമുക്ക് ആ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നാം എന്ത് ചെയ്യുന്നു? ഇതിലും 3 ഉണ്ട് അല്ലേ? അപ്പോൾ ആ 3നെ നമ്മളൊന്ന് പുറത്തേക്കാക്കുന്നു. 3 മനസ്സിലായില്ലേ? 3നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? ബാക്കി 3 ആണുള്ളത് അല്ലേ? ചിലർ പെട്ടെന്ന് തെറ്റിയിട്ട് 3 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 6 എഴുതും. 6 അല്ല, ഇവിടെ നമ്മൾ 9നെ 3 ഇൻറ്റു 3 എന്നാണ് എഴുതുന്നത്. 9നെ നമ്മൾ 3 ഇൻറ്റു 3 9. അതിൽ നിന്ന് ഒരു 3നെ പുറത്തേക്ക് എടുത്തു, ബാക്കി ഒരു 3 ആണ് ഉള്ളത് അല്ലേ? 3 n സ്ക്വയർ അവിടെ തന്നെ ഉണ്ട്, n സ്ക്വയർ പ്ലസ് ഇവിടെ 6ൽ നിന്ന് ഒരു 3 പോകുന്നു അല്ലേ? 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു 2 ആണ് 6. ഈ 3നെ നമ്മൾ പുറത്തേക്ക് എടുത്തു, ബാക്കി എന്താ? 2. അപ്പോൾ 2n അല്ലേ? ഇതിൽ നമുക്ക് 3നെ എടുക്കാനില്ല. അപ്പോൾ കഴിഞ്ഞു. ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് 1 അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ നമുക്ക് എക്സ് എൻ ഹോൾ സ്ക്വയർ ഇതിൻ്റെ ആൾജിബ്ര എന്ത് കിട്ടി നമുക്ക്? 3 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 അല്ലേ? അപ്പോൾ നമ്മൾ ഈ ടേംസിൻ്റെ ആൾജിബ്രയാണ് ഇത്. ഇനി നോക്കിയാൽ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഡി, കോമൺ ഡിഫറൻസ് അല്ലേ? ഈ എന്നിൻ്റെ കൂടെ കിടക്കുന്നതാണ് കോമൺ ഡിഫറൻസ് ഡി. അപ്പോൾ ഇവിടെ ഡി എത്രയാണ്? 3 അല്ലേ? ഡി നമുക്ക് കിട്ടി 3. ഇവിടെ ഡി എത്രയാണ് നോക്കിയാൽ? 3 ഇൻറ്റു ഇത് മൊത്തമാണ് n അല്ല, ഇത് മൊത്തം n ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ഇവിടെയും എന്താണ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 3. അതായത് 3 കൊണ്ട് n-നെ അതായത് ഒരു സംഖ്യയെ ഗുണിക്കുന്നു. ഇവിടെയും എന്താണ്? 3 കൊണ്ട് ഒരു സംഖ്യയെ ഗുണിക്കുന്നു അല്ലേ? അപ്പോൾ രണ്ടിനും 3 തന്നെ, അതായത് കോമൺ ഡിഫറൻസ് നമുക്ക് 3 കിട്ടി. ഇനി ഇതാണ് നമ്മുടെ എന്ത്? എഫ് മൈനസ് ഡി അല്ലേ? ഇതാണ് എഫ് മൈനസ് ഡി. അപ്പോൾ ഇവിടെ എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 1 അല്ലേ? പ്ലസ് 1 കണ്ടില്ലേ? 1 കൂട്ടുന്നു. ഇവിടെയും ഇതിൻ്റെ കൂടെ അല്ലേ? ഇത് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു, അതിൻ്റെ കൂടെ 1 കൂട്ടുന്നു. അതായത് എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെയും 1 തന്നെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 3 തന്നെയാണ് ഇവിടെയുള്ളത്, ഈ 1 തന്നെയാണ് ഇവിടെയുള്ളത് അല്ലേ? എന്നെ നമുക്ക് ഏത് സംഖ്യ വേണമെങ്കിലും ആവാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് ആർ ഓൾസോ ടേംസ് ഓഫ് ദി സീക്വൻസ്. അതുകൊണ്ട് ഈ ശ്രേണിയിലെ ടേംസുകളുടെ പദങ്ങളുടെ വർഗ്ഗങ്ങളെല്ലാം തന്നെ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? പ്രൂവ് ദാറ്റ് ദി അരിതമെറ്റിക് സീക്വൻസ് 5, 8, 11 അങ്ങനെ പോകുന്നു അല്ലേ? ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. അതായത് ഈ സീക്വൻസിൽ 5, 8, 11 അങ്ങനെ 3 കൂട്ടി പോകുന്ന ഒരു സീക്വൻസ്, ഈ സീക്വൻസിൽ എന്തില്ല? പെർഫെക്റ്റ് സ്ക്വയറുകളൊന്നുമില്ല, പൂർണ്ണ വർഗ്ഗങ്ങൾ ഒന്നുമില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. പൂർണ്ണ വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ൻ്റെ വർഗ്ഗം 1 അല്ലേ? 2ൻ്റെ വർഗ്ഗം 4, 3ൻ്റെത് 9, 4ൻ്റെത് 16 അല്ലേ? 5ൻ്റെത് 25. ഇതാണ് പൂർണ്ണ വർഗ്ഗങ്ങൾ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇതൊന്നും ഈ സീക്വൻസിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം അതിൻ്റെ ആൾജിബ്ര കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ആദ്യം അത് എഴുതി വെച്ചു.
ഇനി ഇതിൽ നോക്കിയാൽ എഫ് ഫസ്റ്റ് ടേം 5 തന്നിട്ടുണ്ട്. ഡി കോമൺ ഡിഫറൻസ് 8 മൈനസ് 5 സീക്വൽ ടു 3. അപ്പോൾ അതും കിട്ടി നമുക്ക്. ഇനി നമുക്ക് എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ 3n പ്ലസ് എഫ് മൈനസ് ഡി എഫ് 5 മൈനസ് ഡി 3 സീക്വൽ ടു 3n പ്ലസ് 5 മൈനസ് 3 2 അല്ലേ. അപ്പോൾ 3n പ്ലസ് 2 എക്സ് എൻ ഈസ് ഈക്വൽ ടു 3n പ്ലസ് 2. ഇതാണ് ഇതിൻ്റെ ആൾജിബ്ര. ഇനി ഈ സീക്വൻസിൽ ഇതിൽ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. ഇതിൽ പൂർണ്ണവർഗ്ഗങ്ങൾ ഒന്നുമില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ വർഗ്ഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്, സ്ക്വയറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം, നാം ഇതിൻ്റെ സ്ക്വയറുകൾ കണ്ടുപിടിക്കണം അല്ലേ. എക്സ് എൻ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 3n പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും ആൾജിബ്ര ഒന്ന് നേരത്തെ ചെയ്ത പോലെ കമ്പയർ ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ എക്സ് എൻ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3n പ്ലസ് 2 ഹോൾ സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ a പ്ലസ് ബി അല്ലേ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ആ രൂപത്തിൽ ചെയ്യുമ്പോൾ എന്ത് വരും, 3n ഹോൾ സ്ക്വയർ, എയുടെ സ്ഥാനത്ത് 3n, അപ്പോൾ 3n ഹോൾ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു 3n അതാണ് എ ഇൻറ്റു ബി, ബിയുടെ സ്ഥാനത്ത് 2 പ്ലസ് ബി സ്ക്വയർ 2 സ്ക്വയർ സീക്വൽ ടു 3n ഹോൾ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9 n-ൻ്റെ സ്ക്വയർ n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 2 അല്ലേ. 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 2 12, 12n പ്ലസ് 2ൻ്റെ സ്ക്വയർ 4. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തത് ഏ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കിയാൽ ഇതിൽ 3 ഉണ്ട് ഇതിൽ 3 ഉണ്ട് അല്ലേ. ഇവിടെയൊക്കെ 3n പ്ലസ് 2 ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ 3നെ ഇതിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ പുറത്തെടുത്ത് എന്ത് വരും, 3 പുറത്തെടുത്തു, ബാക്കി ഇവിടെ എന്ത് വരും 3 അല്ലേ. 3 ഇൻറ്റു 3 ആണ് 9, അപ്പോൾ ഒരു 3 കൂടെ ബാക്കി വന്നു. 3n സ്ക്വയർ പ്ലസ് 12n, 12ൽ നിന്ന് നമ്മൾ 3 എടുത്തു, ബാക്കി എന്ത് വരും 4 അല്ലേ. 4 ഇൻറ്റു 3 12, അപ്പോൾ 4n. ഇനി നോക്കിയേ, 4ൽ നിന്ന് 3നെ പുറത്തെടുക്കാനില്ല അല്ലേ, പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്തു, പ്ലസ് 4 അവിടെ കിടക്കുന്നു. അപ്പോൾ 3 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 4 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് എക്സ് എൻ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ നേരെ ചെയ്ത പോലെ ചെയ്ത് നോക്കിയേ, ഇപ്പോൾ നമ്മളിന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, നമുക്കറിയാം ഇവിടെ 3n അല്ലേ, n-നെ 3 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെയും നമ്മൾ ഇതിനെ 3 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ. അതായത് കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്, 3 ആണ്. ഇവിടെയും കോമൺ ഡിഫറൻസ് എത്രയാണ്, 3 തന്നെയാണ്. ഇനി ഇതെന്താണ് 2 അല്ലേ. ഇതിനെ 3n പ്ലസ് 2, ഇവിടെ ശ്രദ്ധിക്കുക 3n പ്ലസ് 2, ഇവിടെ നോക്കിയാൽ 3 കൊണ്ട് ഇതിനെ ഗുണിച്ചിട്ട് 4 കൂട്ടുന്നു, ഇവിടെ 2 കൂട്ടുന്നു. അവിടെയാണ് വിഷയം. അതായത് ഇവിടെ ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ എഫ് മൈനസ് ഡി. ഇവിടെ എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 2 ആണ് കിട്ടുന്നത് അല്ലേ. ഇവിടെ എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്, 4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 2 കൂട്ടുന്നു, ഇവിടെ 4 കൂട്ടുന്നു. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദർ ഈസ് നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൽ അല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പൂർണ്ണവർഗ്ഗം ഉണ്ടാവണമെങ്കിൽ എങ്ങനെയായിരുന്നെങ്കിൽ പൂർണ്ണവർഗ്ഗം ഉണ്ടായനെ, ഇവിടെ നമുക്ക് 2 തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ സീക്വൻസിൽ ഈ പൂർണ്ണവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം. പക്ഷേ ഇവിടെ 2 അല്ല 4 ആണ്, അതുകൊണ്ട് ഇവിടെ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്കിതിലെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ